വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളട്ടെ. ഒരു പ്രഭാതം കൂടെ കാണുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ അനേകർക്ക് അനുഗ്രഹമായെന്ന് വ്യത്യസ്തമായ ഫോൺ കോളുകളിൽ കൂടി അറിയുവാൻ തക്കവണ്ണം ദൈവകൃപയാൽ ഇടയായിത്തീർന്നു. ഈ സന്ദേശവും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇഹലോകപരമായ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ യേശു കർത്താവ് വളരെ വ്യക്തമായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്ത ഒരു വാക്യമാണ്: ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യത്തിൽ ഈ വചനം അരുൾ ചെയ്തിരിക്കുമ്പോൾ, 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, ലോകത്തെ ജയിക്കുന്ന ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിശ്വാസം എന്ന് പറയപ്പെടുന്നത്. വിശ്വാസത്താൽ മാത്രമേ ഈ ലോകത്തെ നമുക്ക് ജയിക്കുവാൻ കഴിയത്തുള്ളൂ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് ഈ ലോകത്തിലെ ഏത് സാഹചര്യങ്ങളെയും ഓവർകം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പോൾ ഇവിടെ എത്രമാത്രം വിശ്വാസത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്നെന്ന് നമുക്ക് ദർശിക്കുവാൻ പറ്റും. വേദപുസ്തകം പഠിക്കുമ്പോൾ വ്യത്യസ്തമായ വിശ്വാസങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കുവാൻ പറ്റും. എന്നാൽ ബിബ്ലിക്കൽ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ അത് മറ്റെല്ലാ വിശ്വാസത്തെക്കാളും വ്യത്യസ്തമാണ്. ബിബ്ലിക്കൽ ഫെയ്ത്ത് എന്ന് പറയപ്പെടുന്നത് പത്രോസ് വ്യർത്ഥമായ പൃഥുപാരമ്പര്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ജനിക്കുന്ന മാതാപിതാക്കൾ പിന്തുടരുന്ന വിശ്വാസത്തെ നാമും പിന്തുടരുന്നത്, അത് പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തെക്കുറിച്ചല്ല ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു വളർത്തപ്പെട്ട ഒരു കുഞ്ഞ് അതേ പാരമ്പര്യ വിശ്വാസത്തിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അവരുടെ വിശ്വാസത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർ പറയും അവരുടെ പപ്പയുടെ, അവരുടെ മമ്മിയുടെ ആ വിശ്വാസത്തെ അവർ പിന്തുടരുകയാണ്. ഏത് വിശ്വാസത്തിലായിരിക്കുന്ന വ്യക്തികളിൽ നിന്നാണോ തലമുറകൾ ജനിക്കുന്നത്, അവർ ആ വിശ്വാസത്തെ പിന്തുടരുന്നു. ആ വിശ്വാസത്തിന് പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വ്യർത്ഥമായ പൃഥുപാരമ്പര്യം. എന്നാൽ എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ബിബ്ലിക്കൽ ഫെയ്ത്തിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എല്ലാവരുടെ ഇടയിലും പ്രഘോഷിക്കപ്പെട്ട സദ്വർത്തമാനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകം മുഴുവനും ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടു. എന്നാൽ എല്ലാവരുടെയും ഉള്ളിൽ ഈ സദ്വർത്തമാനം വിശ്വാസമായി പരിണമിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ബിബ്ലിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് കേൾക്കുന്ന സുവിശേഷം പരിണമിച്ചുണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ ഹൃദയത്തിൽ ഉടലെടുക്കുന്നതാണ് ബിബ്ലിക്കൽ ഫെയ്ത്ത് എന്ന് പറയപ്പെടുന്നത്. അത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അപ്പോൾ നമ്മൾ അവകാശപ്പെടുന്ന വിശ്വാസം പോലും നാമായിട്ട് ഉളവാക്കിയെടുക്കുന്നതല്ല. ആ വിശ്വാസത്തിൽ പോലും നമുക്ക് ഒരു അവകാശം പറയുവാൻ കഴിയത്തില്ല എന്നാണ് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വിശ്വാസം നമുക്ക് ലഭിക്കുന്നത് കൃപയാലാണ്. നമ്മിൽ വിശ്വാസം ഉളവാക്കിയത് യേശുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ലീഡർ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ നായകൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എഫെസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ഇവിടെ ഈ ഭാഗത്ത് ദൈവത്തിൻ്റെ ദാനം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശ്വാസത്തെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കേട്ട സുവിശേഷത്താൽ, അതാണ് റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ ശബ്ദത്താലും വചനത്താലും ഉളവായി വരുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ കേൾക്കുന്ന സുവിശേഷം മുഖാന്തിരം ഉളവായിട്ട് വരുന്നതാണ് വിശ്വാസം. അത് നാം ഉളവാക്കുന്നതല്ല, കൃപയാൽ യേശു ക്രിസ്തു മുഖാന്തിരം ഉളവാക്കപ്പെടുന്നതാണ്, അല്ലെങ്കിൽ
പരിണമിച്ചുണ്ടാകുന്നതാണ് വിശ്വാസം. അപ്പോൾ ഇവിടെ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയപ്പെടുന്നു, ആമേൻ, കൃപയാൽ നമ്മൾ രക്ഷയിലോട്ട് പ്രവേശിക്കപ്പെട്ടത് വിശ്വാസം മുഖാന്തരമാണ്. അതും നാം മുഖാന്തരമല്ല, അല്ലെങ്കിൽ നമ്മൾ കാരണമല്ല ആ വിശ്വാസം ഉടലെടുത്തത്, അത് ദൈവത്തിൻ്റെ ദാനം ആകുന്നു. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ എന്തെങ്കിലും ആയിരിക്കുന്നു എങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. ആമേൻ. പൗലോസിന്റെ അധ്വാനത്തിന്റെ ഫലമല്ല പൗലോസിന്റെ ലൈഫിനകത്ത് സംഭവിച്ചത്. ദമസ്കോസിന്റെ പടിവാതിക്കൽ നിന്ന് യാത്ര ആരംഭിച്ച്, ആമേൻ, റോമൻ പടയാളികളുടെ വാളിനാൽ തല ഛേദിക്കപ്പെടുന്നത് വരെയുള്ള പൗലോസിന്റെ ജീവിതയാത്രയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുകയാണ്, ആമേൻ, പുകഴുവാൻ എനിക്കൊന്നുമില്ല, പ്രശംസിപ്പാൻ എനിക്കൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും ആയിരിക്കുന്നു എങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാലാകുന്നു. കാരണം പൗലോസ് ഈ തൻ്റെ ഓട്ടം തികച്ചതിനെ കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ് വിശ്വാസത്യാഗം സംഭവിച്ച കൂട്ടത്തെക്കുറിച്ച്. അപ്പോൾ വിശ്വാസത്യാഗം സംഭവിച്ചവർക്ക് ഓട്ടം തികയ്ക്കുവാൻ കഴിയത്തില്ല, ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ കഴിയത്തില്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, വിശ്വാസം എന്ന് പറയപ്പെടുന്നത് ദൈവത്തിൻ്റെ ദാനമാകുന്നു. അപ്പോൾ ഈ വിശ്വാസം കൃപയാൽ ഉളവാക്കപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ പോലും നമുക്ക് പ്രശംസിപ്പാൻ വകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തിരുവെഴുത്ത് രേഖപ്പെടുത്തുകയാണ്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, അത് ദൈവം തന്നെ വച്ചതാകുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ 1 ക്രിസ്തുവിൽ വിശ്വസിക്കുക, 2 ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുക. അപ്പോൾ ഇതൊരു വരം, വിശ്വാസം ഒരു വരമാണെന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇനി നമുക്ക് 9 പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിലോട്ട് പ്രവേശിക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗിഫ്റ്റാണ് ഫെയ്ത്ത് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ 1 ജഡത്തിൽ ജനിപ്പിച്ച മാതാപിതാക്കളിൽ നിന്ന് കൈമാറി വരുന്ന വിശ്വാസം, 2 സുവിശേഷത്താൽ പരിണമിച്ചുണ്ടാകുന്ന വിശ്വാസം. ഈ വിശ്വാസം നമ്മെ രക്ഷയിലോട്ട് നയിക്കുന്നുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ യാത്ര ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ വരമാകുന്ന വിശ്വാസത്തിലാണ്. വളരെ വ്യക്തമായിട്ട് പറയാം, വിശ്വാസം വേറെ, വിശ്വാസത്തിന്റെ വരം വേറെ. അതുകൊണ്ടാണ് പഴയ നിയമത്തിനകത്തും പുതിയ നിയമത്തിനകത്തും രേഖപ്പെടുത്തിയിരിക്കുന്നത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ ഈ റൈച്ചസ്നെസ് എന്നൊരു പദം നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നീതിമാൻ എന്നൊരു പദം പഠിക്കുമ്പോൾ തന്നെ റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്കേവർക്കും ദൈവത്തോട് സമാധാനം വന്നിരിക്കുന്നു. അപ്പോൾ നീതീകരണം സംഭവിക്കുന്ന വിശ്വാസത്താലാണ്. അപ്പോൾ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച ഒരു വ്യക്തി ദൈവത്തിന്റെ നീതിബോധത്തിലാണ് യാത്ര ചെയ്യുന്നത്. ആ നീതിബോധത്തിൽ യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതലിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നതാണ് വിശ്വാസത്തിന്റെ വരം എന്ന് പറയപ്പെടുന്നത്. ആ വിശ്വാസത്തിന്റെ വരത്തിൽ യാത്ര ചെയ്യപ്പെടുന്ന ഒരു ദൈവ പൈതൽ 125-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും കുലുങ്ങിപ്പോകാത്ത സിയോൻ പർവ്വതം പോലെയാകുന്നു. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും നമുക്ക്, ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ മുൻപിൽ നിൽക്കുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ പുറത്തു വരുവാൻ 0.1% പോലും സാഹചര്യം ലോകം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിലും വിശ്വാസത്തിന്റെ വരം ആരിലാണോ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് അവർ ഈ മതിൽ ചാടിക്കടക്കും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം പ്രിയരെ, വിശ്വാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ ആസ്യയിൽ വെച്ചുണ്ടായ കഷ്ടതയെക്കുറിച്ച് പറയുകയാണ്. ആസ്യയിൽ വെച്ചുണ്ടായ കഷ്ടതയിൽ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ മരിച്ചു പോകുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. അപ്പോൾ യാഥാർത്ഥ്യം അതാണ്, സാഹചര്യം അതാണ്. ശാരീരികമായ അവസ്ഥ എടുത്തു നോക്കിയാലും ചുറ്റുപാടുകൾ എടുത്തു നോക്കിയാലും മരിക്കും, ഉറപ്പാണ്, അതിന് യാതൊരു മാറ്റവുമില്ല. പക്ഷേ ആ പ്രതിസന്ധികളുടെ മധ്യത്തിൽ മരിച്ചു പോകും എന്ന് ഉറപ്പായ ആ സാഹചര്യത്തിന്റെ മധ്യത്തിൽ പൗലോസിന്റെ മേൽ പകരപ്പെട്ട വിശ്വാസത്തിന്റെ വരം ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. അത് ആക്ടിവേറ്റ് ചെയ്തപ്പോൾ പൗലോസ് പറഞ്ഞു, എങ്കിലും ഞാൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ക്രിസ്തുവിൽ ആശ്രയം വച്ചു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം
അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 17 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചെന്ന. അപ്പോൾ ആശയ്ക്ക് വകയില്ലാത്ത ഒരു വിഷയം, പക്ഷേ ആശയ്ക്ക് വകയില്ലാത്ത വിഷയത്തിന്റെ മേൽ വെളിപ്പെടുന്ന ഒരു ദൈവശബ്ദമുണ്ട്. അതുകൊണ്ടാണ് മർക്കോസ് 11:22 പറയുന്നത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ. കാരണം ഈ വിശ്വാസം യേശു ക്രിസ്തു മുഖാന്തിരം കൃപയാൽ നമുക്ക് ലഭ്യമായതാണ്. എല്ലാവരും പറയുന്നു എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തേണ്ട സമയത്ത് നമുക്ക് വിശ്വാസത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ കഴിയുന്നുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തു മുഖാന്തിരം കൃപയാൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാനമായിട്ട് നമുക്ക് വിശ്വാസം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസത്തെ പൂർത്തി വരുത്തുന്നതും യേശുവാണ്. അപ്പോൾ ആ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് ഒരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് നമ്മുടെ കയ്യിലല്ല. നമ്മൾ ആരെയാണോ വിശ്വസിച്ചിരിക്കുന്നത് ആ വിശ്വാസത്തിന്റെ ഉടമസ്ഥന്റെ കയ്യിലാണ് അതിന്റെ റിസൾട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതുവരെ നമുക്കറിയാം, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം, അബ്രഹാം 75-ാമത്തെ വയസ്സിൽ വിശ്വാസത്താൽ ഇറങ്ങി തിരിച്ചു. പക്ഷെ ആ വിശ്വാസത്തിന്റെ റിസൾട്ട് വെളിപ്പെടുന്നത് 100-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ 25 വർഷത്തെ ഗ്യാപ്പ്. അപ്പോൾ ഈ 25 വർഷത്തിനിടയിൽ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഹാനോക്ക് വിശ്വാസത്താൽ ദൈവത്തിന്റെ കൂടെ നടന്ന് മരണം കാണാതെ എടുക്കപ്പെട്ട വ്യക്തിയാണ്. അവിടെ വിശ്വാസത്താലാണ് ഹാനോക്ക് എന്ത് ചെയ്തത്? മരണം കാണാതെ എടുക്കപ്പെട്ടത്. എന്നാൽ നീണ്ട 300 വർഷക്കാലം 65-ാമത്തെ വയസ്സ് മുതൽ താൻ വിശ്വാസ ജീവിത യാത്ര ആരംഭിച്ചു. അടുത്ത നീണ്ട 300 വർഷക്കാലം ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നത് വിശ്വാസത്താലാണ്. അപ്പോൾ വിശ്വാസത്താൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ബൈബിൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അനവധി പുത്രന്മാരും പുത്രിമാരും ഒക്കെ ജനിച്ചു. പക്ഷേ മാറ്റമില്ലാതെ പോയത് വിശ്വാസത്തിനാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും പ്രിയപ്പെട്ടവരെ. പ്രതിസന്ധികളില്ലാത്ത മനുഷ്യരില്ല, കഷ്ടതകളില്ലാത്ത മനുഷ്യരില്ല. വ്യത്യസ്തമായ നിലവാരത്തിലാണ് ഒരു മനുഷ്യൻ ഈ ലോകത്തെ ഫേസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ വിശ്വാസത്തിന്റെ ബേസ്മെന്റ് എന്താണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാതാപിതാക്കളിൽ നിന്ന് കൈമാറി വരുന്ന വിശ്വാസമാണോ ഞാൻ ഇന്നും പിന്തുടരുന്നത്? അതോ ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്തുണ്ടാകുന്ന വിശ്വാസത്തിൽ തന്നെയാണോ ഇന്നും നിൽക്കുന്നത്? അതോ ഞാൻ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്തിൽ ഒന്നായ ആ വിശ്വാസത്തിന്റെ വരമാണോ എന്നിൽ ആക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് പുതിയ നിയമസഭയിലോട്ട് പ്രവേശിക്കപ്പെടുന്നതിന് മുൻപേ യേശു കർത്താവ് പറഞ്ഞത്, പിതാവ് പുത്രനിൽ കൂടി വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം നിങ്ങൾ. കാരണം ഇനി അങ്ങോട്ടുള്ള ജീവിതം നിങ്ങൾ നോക്കിക്കൊള്ളണം പ്രിയരെ. ശരീരത്തിൽ ഒരു ചാട്ടവാറടി കൊള്ളുമെന്ന് ഭയപ്പെട്ട് യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൽ യാത്ര ചെയ്തിരുന്ന പത്രോസ്, ഞാനിവനെ അറിയുന്നില്ല, ഞാനിവനെ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറയുന്ന ഒരവസ്ഥയെത്തി. എന്നാൽ എപ്പോഴാണോ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ വെളിപ്പെട്ട മാളിക മുറിയിൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തെ സ്വീകരിച്ച് ആ കൃപാവരങ്ങൾ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട് ഒരു പുതിയ യാത്ര ആരംഭിച്ചത്, അവിടെ പ്രിയരെ ചാട്ടവാറടിയെ ഭയന്നില്ല, ക്രൂശിലെ മരണത്തെ ഭയന്നില്ല. പത്രോസ് പറയുകയാണ്, ഹല്ലേലൂയ, എന്നെ ഇങ്ങനെ ക്രൂശിച്ചാൽ പോരാ, തലകീഴായിട്ട് ക്രൂശിക്കണം. അപ്പോൾ ആ കഷ്ടതയെ പോലും റിസീവ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തത് ഒറ്റ കാര്യമേ ഉള്ളൂ, തന്നിൽ ആക്ടിവേറ്റ് ചെയ്ത ആ വിശ്വാസം. നമുക്കറിയാം, ഈ കാരാഗ്രഹത്തിനകത്ത് പത്രോസിനെ ബന്ധിച്ചിട്ടിരിക്കുമ്പോൾ പത്രോസിന് വളരെ വ്യക്തമായിട്ട് അറിയാം, തനിക്ക് മുൻപേ അറസ്റ്റ് ചെയ്യപ്പെട്ട യാക്കോബിന്റെ തല ഛേദിക്കപ്പെട്ടു. അടുത്ത ദിവസം തന്നെയും ന്യായാസനത്തിന്റെ മുൻപിൽ നിർത്തും, തന്നെയും ന്യായവിസ്താരം നടത്തിയതിനു ശേഷം തന്റെ തല ഛേദിക്കപ്പെടും എന്നുള്ള യാഥാർത്ഥ്യങ്ങളെല്ലാം പത്രോസിന് അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് പ്രിയരെ കാരാഗ്രഹത്തിനകത്ത് സുഖമായി കിടന്ന് ഉറങ്ങുവാൻ റീസൺ ഒന്നേയുള്ളൂ, താൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പത്രോസിന് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം തന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കും എന്ന് പറഞ്ഞത് എൻ്റെ കർത്താവാണ്.
ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞത് കർത്താവാ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയരെ, നമ്മുടെ മേലുള്ള വാഗ്ദത്തം നമ്മൾ ഒരിക്കലും മറക്കരുത്. എങ്ങനെ വാഗ്ദത്തത്തിൽ യാത്ര ചെയ്യും, എങ്ങനെ വാഗ്ദത്ത പൂർത്തീകരണം പ്രാപിക്കും? ഒറ്റ കാര്യമേ ഉള്ളൂ, യേശു കർത്താവിലുള്ള വിശ്വാസം. എൻ്റെ വിദ്യാഭ്യാസം എന്താണെന്ന് എനിക്കറിയാം, എൻ്റെ സാമ്പത്തിക മണ്ഡലം എന്താണെന്ന് എനിക്കറിയാം, എൻ്റെ ആരോഗ്യനില എന്താണെന്ന് എനിക്കറിയാം, എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ പരിമിതികൾ എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാ പരിമിതികളെയും ഭേദിക്കുന്നതാണ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. ഇതിനകത്ത് ഞാൻ റിസ്ക് എടുക്കുന്നില്ല. 23-ാം സങ്കീർത്തനം നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കണം പ്രിയരെ, ആമേൻ, കൂരിരുൾ മരണത്താഴ്വരയിലോട്ട് ദാവീദ് ഇസായിയുടെ ആടുകളെ കൊണ്ട് പോകുമ്പോൾ തന്നെ ഭയപ്പെടുത്തുന്ന ഒരു പാസ്റ്റ് അവിടെ ഉണ്ട്. എന്താ പാസ്റ്റ്? ഇതിനു മുൻപേ നല്ല ആരോഗ്യ ദൃഢഗാത്രരായ തൻ്റെ 7 സഹോദരങ്ങൾ ഒരുമിച്ച് ചെയ്തിരുന്ന പ്രവൃത്തി ഇപ്പോൾ ഒറ്റയ്ക്ക് തൻ്റെ കരങ്ങളിൽ പിതാവ് ഏൽപ്പിക്കുമ്പോൾ ദാവീദ് ഒരു എന്താ പറയേണ്ടത്, പ്രയാസവുമില്ലാതെ ആ ദൗത്യവും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒറ്റ റീസണേ ഉള്ളൂ, താൻ സേവിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും ഒരു മുട്ടുണ്ടാകത്തില്ല. അപ്പോൾ ആമേൻ, എങ്ങനെയാണ് ആ കൂരിരുൾ താഴ്വരയിലേക്ക് യാത്ര ദാവീദ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം, വിശ്വാസത്തിൽ. താൻ വിശ്വാസത്താൽ പ്രാപിച്ച ഇടയനിലുള്ള ആ വിശ്വാസത്തിൽ. നമ്മൾ നമ്മുടെ മാതാപിതാക്കളോടൊക്കെ നടക്കുമ്പോൾ നമ്മളൊന്നിനെ കുറിച്ചും ബേജാറാകുന്നില്ലല്ലോ പ്രിയരെ. ഉച്ചയ്ക്ക് എന്ത് ഭക്ഷിക്കും, രാത്രി എന്ത് ഭക്ഷിക്കും, ഇതൊന്നും നമുക്ക് ടെൻഷനേ ഇല്ല. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് നമ്മൾ നോക്കത്തില്ല. കാരണം നമ്മൾ ആരുടെ കൈ പിടിച്ചാ നടക്കുന്നത്? പിതാവിന്റെ കൈ പിടിച്ചാ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, യേശു കർത്താവ് പറഞ്ഞു, നാളെയെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. നാളേക്ക് വേണ്ടി വിചാരപ്പെടട്ടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല പ്രിയരെ. ഈ യേശുക്രിസ്തുവിലുള്ള നീതിബോധം എൻ്റെ അകത്ത് വന്നതിന് ശേഷം ഒരു വിഷയവും ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിക്കാൻ പോയിട്ടില്ല. റീസൺ എന്നേ ഉള്ളൂ, എനിക്കൊരു പിതാവുണ്ടെന്നും ആ പിതാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനാണ് ഞാനെന്നും എൻ്റെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് ചെയ്തു തരുമെന്നും എനിക്കൊരു ഉറപ്പുണ്ട്. ദിസ് ഇസ് മൈ ഫെയ്ത്ത്. ആമേൻ. ഞാനൊരു എക്സാമ്പിൾ പറയാം. 2017 എറണാകുളത്ത് YMCAയുടെ മീറ്റിംഗ് നടക്കുകയാണ്. ആ സമയത്ത് എനിക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് വാഹനം ഓട്ടിച്ച് എറണാകുളത്ത് പോകണം. ഒരു ദിവസം മീറ്റിങ്ങിന് പോയിട്ട് വരുമ്പോൾ ഏകദേശം 10,000 പുറത്ത് എനിക്ക് എക്സ്പെൻസ് ആവും. എന്നാൽ അന്നേക്ക് ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ വെറും 1000 റുപ്പീസേ ഉള്ളൂ. ഒരു വൺ വേ പോകുവാനുള്ള ഡീസൽ വാഹനത്തിലുണ്ട്. പക്ഷെ തിരിച്ചു വരുവാൻ ഡീസൽ അടിക്കണം. വളരെ പ്രതീക്ഷയോടുകൂടിയാണല്ലോ നമ്മൾ പോകുന്നത്. എന്നാൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ ഞാൻ ആ യാത്ര ആരംഭിച്ചു. ഹർത്താൽ ദിവസമാണ്. ആമേൻ, ആൾക്കാർക്ക് വരുവാൻ കഴിയത്തില്ല. എന്നാൽ ഈ ഹർത്താലിന്റെ പേര് പറഞ്ഞ് ആ മീറ്റിംഗ് മാറ്റിവെക്കാതെ ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. ഞാൻ ഹാളിൽ ചെല്ലുമ്പോൾ വെറും 2 പേർ മാത്രമേ ഉള്ളൂ, ഒരു അമ്മയും മകളും. അവരോട് എന്ത് പറയാനാ? അന്ന് സ്തോത്ര കാഴ്ച എടുത്തില്ല. പെട്ടെന്ന് ചുരുക്കത്തിൽ പറയട്ടെ പ്രിയരെ, ഞാൻ ആ ഹാളിൽ അങ്ങനെ നിൽക്കുകയാണ്. അവർ എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് അവർ ഇറങ്ങിപ്പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ കൂടെ വന്ന പ്രവർത്തകർക്ക് അറിയത്തില്ല എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന്. പക്ഷെ എനിക്കൊന്നറിയാം, ആമേൻ, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന്. ഞാൻ ആരെ വിശ്വസിച്ചാണ് ട്രിവാൻഡ്രത്ത് നിന്ന് യാത്ര ചെയ്ത് എറണാകുളം വരെ എത്തിയതെന്നും എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ ആ ഇറങ്ങിപ്പോയ അമ്മയും മകളും കൂടെ തിരിച്ച് ആ ഹാളിൽ കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ അങ്കിളെ, എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. ഞാൻ കേട്ട്, എന്താ കാര്യം? അത് അമ്മ പറഞ്ഞൊരു പദമുണ്ട്, എനിക്ക് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുവാൻ വേണ്ടി എൻ്റെ മകൻ എനിക്ക് ഒരു നന്മ അയച്ചു തന്നു. പക്ഷേ ആ നന്മയും കൊണ്ട് ഞാൻ താഴോട്ട് ഇറങ്ങുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, ആ നന്മ പാസ്റ്ററിന് കൊടുക്കുവാൻ വേണ്ടി. പ്രിയരെ, ഞാൻ ആ സ്തോത്ര കാഴ്ച എത്രയെന്ന് പോലും നോക്കിയില്ല, വാങ്ങിച്ചു, പ്രാർത്ഥിച്ചവരെ വിട്ടു. ഹല്ലേലൂയ. ആ സ്തോത്ര കാഴ്ചയിൽ 12,000 രൂപ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും എൻ്റെ ദൈവം ചെയ്തു. പ്രിയരെ, ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. നമ്മൾ ആരെ വിശ്വസിച്ചാണ് ഇറങ്ങി തിരിച്ചതെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വിശ്വാസത്തിൻ്റെയും നിവർത്തീകരണം ആ ദൈവം ചെയ്യും, ആ കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന വ്യർത്ഥമാകത്തില്ല, നമ്മുടെ ആരാധന വ്യർത്ഥമാകത്തില്ല, നമ്മുടെ ഉപവാസം വ്യർത്ഥമാകത്തില്ല. ആമേൻ. അതെല്ലാം വിശ്വാസത്തിന്റെ ഒരു ആക്ട് ആയിരിക്കണം.
വിശ്വാസമില്ലാത്ത പ്രാർത്ഥനയ്ക്ക് ഫലമില്ല, വിശ്വാസമില്ലാത്ത ഉപവാസത്തിന് ഫലമില്ല, വിശ്വാസമില്ലാത്ത ആരാധനയ്ക്ക് ഫലമില്ല. വിശ്വാസം, ആമേൻ, ബിലീവേഴ്സ് വാക്ക് ഓഫ് ഫെയ്ത്ത് എന്ന, വിശ്വാസികൾ വിശ്വാസത്തിൽ നടക്കണം. വിശ്വാസി എന്നൊരു പേര് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാ പ്രിയരെ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിക്കാൻ പറഞ്ഞത്? ഗലാത്യർക്ക് ഇതിൽ ലേഖനം 3-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 13 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അബ്രഹാമിന്റെ അനുഗ്രഹം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ലഭ്യമാകേണ്ടതിനും ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നമ്മൾ പ്രാപിക്കേണ്ടതിനും. ഈ വാക്യം വായിച്ചിട്ട് നമ്മൾ മുകളിലോട്ട് നമ്മൾ പ്രവേശിച്ചാൽ, അതിനു മുൻപിലുള്ള വാക്യം വായിച്ചാൽ നമുക്കിതിന്റെ അർത്ഥം മനസ്സിലാകും. അബ്രഹാമിന്റെ അനുഗ്രഹം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ലഭ്യമാകേണ്ടതിനും ആത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിക്കേണ്ടതിനും യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. യേശു ന്യായപ്രമാണം മുഖാന്തരമുള്ള സകല ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ ഗലാത്യ സഭയോട് പൗലോസ് പറയുകയാണ്. ആമേൻ. യേശു എന്തിനു വേണ്ടി നമുക്ക് ശാപമായി മാറി? യേശു കർത്താവ് മുഖാന്തരം നമ്മെ എന്തിനാണ് ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയത്? ഉത്തരം ഒന്നേ ഉള്ളൂ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ അനുഗ്രഹം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ലഭിക്കേണ്ടതിന്. അതുകൊണ്ടാണ് പ്രിയരെ 1 പത്രോസ് 2:9 പത്രോസ് പറഞ്ഞത് നാം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മെ ദൈവം വിളിച്ചത് അനുഗ്രഹം അനുഭവിപ്പാനാ. ആരുടെ അനുഗ്രഹം? എൻ്റെ ജഡത്തിലെ അപ്പന്റെ കയ്യിൽ നിന്ന് കൈമാറി വരുന്ന അനുഗ്രഹത്തെ കുറിച്ചല്ല ഇത് പറയുന്നത്. വിശ്വാസികളുടെ പിതാവെന്ന് പേർ പറയപ്പെട്ടിരിക്കുന്ന അബ്രഹാമിനെ, ആമേൻ, ബൈബിൾ പറയുന്നു, അബ്രഹാമിനെ ദൈവം സകലത്തിലും അനുഗ്രഹിച്ചു. അബ്രഹാമിന്റെ പുത്രനായ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിക്കുകയും ആ അനുഗ്രഹത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ആ വാഗ്ദത്ത സന്തതിയുടെ മകനായി യാക്കോബ്, ഇസ്രായേൽ എന്ന് പേർ വിളിക്കപ്പെട്ട യാക്കോബിനെ ദൈവം മഹാധനികനാക്കി തീർത്തു. ആമേൻ. ഈ അനുഗ്രഹങ്ങളെല്ലാം യാക്കോബിന്റെ തലമുറകൾക്കും അവരുടെ തലമുറകൾക്കും മാത്രം ലഭ്യമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, ആമേൻ, അബ്രഹാമിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്കും ലഭ്യമാകേണ്ടതിന്, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിക്കേണ്ടതിനും യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ശാപം, ആമേൻ, ശാപത്തിന്റെ കീഴിലാണെന്ന് ഒരിക്കലും പറയരുത് പ്രിയരെ. നമ്മൾ ശാപത്തിന്റെ കീഴിലല്ല, നമ്മൾ അനുഗ്രഹത്തിന്റെ കീഴിലാണ്. വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഇന്നും ശാപത്തിന്റെ കീഴിലാണെന്ന് പറഞ്ഞാൽ വേദപുസ്തകം പറയുന്നു നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. യേശു കർത്താവ് നിങ്ങളുടെ സകല പാപത്തിനും പരിഹാരമായി തീർന്നു എന്ന് പറയുന്ന വചനം നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ ഈ വചനവും നിങ്ങൾ വിശ്വസിച്ചേ മതിയാകൂ. കാരണം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ അവകാശം കൊടുത്തു. 13-ാം വാക്യത്തിൽ പറയുന്നു, അവരുടെ മേൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവത്തിൽ നിന്ന് ജനിക്കപ്പെട്ടവരുടെ മേൽ രക്തത്തിന് അവകാശമില്ല, പുരുഷന്റെ ഇഷ്ടത്തിന് അവകാശമില്ല, ജഡത്തിന് അവകാശമില്ല. എന്ന് പറഞ്ഞാൽ പ്രിയരെ, പാരമ്പര്യ ശാപം കൈമാറി വരുന്നത് രക്തബന്ധത്തിൽ കൂടിയാണ്. എപ്പോഴാണോ നമ്മൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പുതുതായി ജനിക്കപ്പെട്ടത്, അപ്പോൾ ആ രക്തത്തിൽ കൂടി പ്രവേശിക്കപ്പെട്ട പാരമ്പര്യ ശാപം നമ്മെ വിട്ടുമാറി. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:17 പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിൽ ആയിക്കഴിഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി, സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ഇതെന്റെ ഫെയ്ത്താ പ്രിയരെ. അതുകൊണ്ടാണ് റോമൻ സഭയോട് പൗലോസ് പറഞ്ഞത്, നിങ്ങളും പാപസംബന്ധമായി അവണ്ണം തന്നെ മരിച്ചവരെന്ന് നിങ്ങളെ തന്നെ എണ്ണുവിൻ. ഇപ്പോൾ ഞാൻ യേശുക്രിസ്തുവിലുള്ള പുനരുത്ഥാനത്തോട് വിശ്വാസത്താൽ ഏകീഭവിച്ചു. ആ ഏകീഭാവം, അല്ലെങ്കിൽ ഞാൻ വിശ്വാസത്താൽ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോട് പങ്കാളിത്തം വഹിക്കുമ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ നമ്മൾ പറയണം, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഇനി ജീവിക്കുന്നത് ക്രിസ്തുവാ. അപ്പോൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഞാൻ ശാപത്തിന്റെ കീഴിൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിന്നെ ആത്മാവിൽ ജനിപ്പിച്ച പിതാവും ശപിക്കപ്പെട്ടവനെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനത്തിന്റെ അജ്ഞതയിൽ നിങ്ങൾ കിടക്കരുത്. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം വിളങ്ങിക്കാണേണ്ടതിന്
യേശുക്രിസ്തുവിന്റെ മുഖത്ത് വെളിപ്പെട്ടു വന്ന ദൈവത്തിന്റെ തേജസ് നിങ്ങളുടെ ഹൃദയങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് അത് വിളങ്ങിക്കാണേണ്ടതിന്, അത് വെളിപ്പെട്ട് വരട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നു, യു ആർ ദ സാൾട്ട് ഓഫ് ദി എർത്ത്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അപ്പോൾ ഇത്തരം നിലവാരത്തിൽ ഒരു പദവി നമുക്ക് തന്നിരിക്കുമ്പോൾ പ്രിയരെ, നമ്മൾ നിരാശപ്പെട്ടവരെ പോലെയല്ല ജീവിക്കേണ്ടത്, നമ്മൾ തകർക്കപ്പെട്ടവരെ പോലെയല്ല ജീവിക്കേണ്ടത്. നമ്മൾ ദൈവത്തിന്റെ മക്കളെ പോലെ ജീവിക്കണം. എൻ്റെ വിശ്വാസത്തെ പൂർത്തി വരുത്താൻ ഒരാളുണ്ട്. ഇവിടെ പറയുക, കൃപയാൽ ദൈവത്തിന്റെ ദാനമാകുന്ന വിശ്വാസം നിങ്ങൾക്ക് ലഭിച്ചപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, നിങ്ങൾ ദൈവത്തിന്റെ മക്കളെന്ന് പേർ വിളിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ഇനി നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ ആ വിശ്വാസത്തെ പൂർത്തിയാക്കുവാൻ യേശുവിന് കഴിയും. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഏത് സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയായാലും നിങ്ങളുടെ വിശ്വാസം യേശുവിലാകുന്നു എങ്കിൽ ആ വിശ്വാസത്തെ യേശു പൂർത്തിയാക്കും. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആമേൻ. അവനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, ആമേൻ, വിശ്വാസം എന്ന പദം പറയാൻ എളുപ്പമാ, പക്ഷെ അതിന്റെ ആക്ട് വെളിപ്പെടുത്തുവാൻ. നിങ്ങൾ നോക്കിക്കേ, 38 വർഷം കിടക്കയിൽ കിടന്ന മനുഷ്യനോട് യേശു ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, എങ്കിൽ നീ കിടക്കയും എടുത്ത് എഴുന്നേറ്റ് നടക്ക്. അപ്പോൾ ആ 38 വർഷത്തെ അവന്റെ അവസ്ഥയെ അവൻ ഒറ്റ സെക്കൻഡിൽ അവൻ മറന്നു, അവന്റെ പാസ്റ്റിനെ മറന്നു. ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതുപോലെ, ഇന്ന് കണ്ട മിസ്രയീമ്യരെ ഇനി ജീവിതത്തിൽ ഒരിക്കലും കാണത്തില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ആ 38 വർഷത്തെ ആ മനുഷ്യന്റെ അവസ്ഥയെ അവൻ മറികടന്നത് വിശ്വാസത്താലാണ്. അപ്പോൾ വിശ്വാസത്താൽ ഈ ലോകത്തെ നമുക്ക് ജയിക്കാൻ പറ്റും, പ്രതിസന്ധികളെ ജയിക്കാൻ പറ്റും. തീർച്ചയായിട്ടും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നിങ്ങളെ ഒരിക്കലും ലജ്ജിതരാക്കത്തില്ല, നിങ്ങൾ അനുഗ്രഹമായി തന്നെ മാറും. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാമോ, പ്രാർത്ഥിക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടെ നീ ജനത്തോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ വിശ്വാസം അത് ശക്തിയോടെ വർദ്ധിച്ചു വരുവാൻ, ക്ഷീണിച്ചു പോകാതെ ഓരോ നിമിഷവും ആ വിശ്വാസം ശക്തിപ്പെട്ടു വരുവാൻ തക്കവണ്ണം അവിടെ നിടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിശ്വാസത്തെ പൂർത്തി വരുത്തുന്നവനായ യേശു കൂടെയുണ്ടെന്നുള്ള ഉറപ്പോടെ തന്നെ മുന്നോട്ട് പോകുവാൻ അവിടെ നിന്ന് അവരെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൂടെ ഇരിക്കട്ടെ, സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:30 ഇതേ ചാനലിൽ നമുക്ക് ഒരുമിച്ച് കാണാം. അതുപോലെ എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള കൂട്ടായ്മ തിരുവനന്തപുരം ജില്ലയിലെ ഉദിയൻകുളങ്ങര മോറിയ കോംപ്ലക്സിന്റെ 5ാമത്തെ നിലയിൽ നടന്നു വരുന്നു. മറ്റാരാധനയ്ക്ക് പോകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ആരാധിക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കടന്നു വരാം. നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഒരുമിച്ച് കാണുന്നത് വരെയും ദൈവത്തിന്റെ കൃപാവലയത്തിനകത്ത് മറയ്ക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.